കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ വന്നപ്പോൾ പ്രചരിപ്പിച്ചത് ഭാഗവതം തന്നെയാണ്. കലിയുഗത്തിൽ ഭഗവാനെ അറിയണോ? ഭാഗവതത്തിലൂടെയാണ് ഭഗവാനെ അറിയാൻ കഴിയുന്നത്. ഭക്തരെ ഭഗവാൻ സംരക്ഷിക്കുന്ന ഭാഗവതത്തിലൂടെയാണ്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതും ഭാഗവതത്തിലൂടെയാണ്. കലിയുഗത്തിൽ ധർമ്മം ആരെയാണ് ആശ്രയിക്കുന്നത്? ഭാഗവത്തെ. സുദർശി പറയുന്നു, കലിയുഗത്തിൽ ഭാഗവതം ഒരു സൂര്യനെ പോലെ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. എല്ലാ അന്ധകാരത്തെയും മാറ്റാനായിട്ട്. അപ്പോൾ എല്ലാ ഭഗവാന്റെ അവതാരങ്ങളും ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നു, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായിട്ട്, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട്. ഭഗവാൻ കൃഷ്ണൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഭാഗവതത്തിന് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഗ്രന്ഥരൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ്, ശബ്ദരൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ്. എല്ലാ ഭക്തരുടെ ഹൃദയത്തെയും പോഷിപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഭൗതിക സങ്കല്പങ്ങളെയും ധ്വംസിച്ചുകൊണ്ട് പരിശുദ്ധ ഭക്തിയെ ഭഗവാൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഭാഗവതത്തിലൂടെ.